ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ശിവകാശിയിൽ നിന്നുള്ള ക്രാക്കേഴ്സ് വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ ഐറ്റംസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പരിചയപ്പെടാം. ചാച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ഓപ്പൺ ആക്കാനായിട്ട്. പിന്നെ നല്ല ഭംഗിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് അവർ നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അത്രയും സേഫ് ആയിട്ടാണ് അവർ പാക്ക് ചെയ്ത് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫുൾ പാക്കിംഗ് ആണ് അല്ലേ? ഇതിപ്പോൾ നോക്കുമ്പോൾ വലിയൊരു ബോക്സാണ്. ഞാനും വിചാരിച്ച ചെറിയൊരു ബോക്സാണെന്ന് വിചാരിച്ചു അവർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് വലിയൊരു ബോക്സാണ്. ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് ഇപ്പോൾ നോക്കാം. കണ്ടോ, ഒരുപാട് ഐറ്റംസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇത്തവണത്തെ വിഷുവിന് നമുക്ക് കുറേ വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇതിനു മുമ്പൊന്നും യൂസ് ചെയ്യാത്ത തരത്തിലുള്ള ക്രാക്കേഴ്സാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ട്രൈ കളേഴ്സാണ്. ട്രൈ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 മേശപ്പൂവോളം വരുന്നുണ്ട്. ട്രൈ കളേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മേശപ്പൂവിൻ്റെ വേർഷനാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ട്വിങ്ക്ലിംഗ് സ്റ്റാർ ഡീലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചാട്ടയാണത്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് കളർ കോട്ടി വരുന്നുണ്ട്. കളർ കോട്ടി ഇപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചറിൽ തന്നെ കാണാമല്ലോ, മേശപ്പൂ തന്നെയാണ്. അതുപോലെ തന്നെ അൾട്രാ വോൾട്ടേജ് എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് യൂസ് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഫ്ലവർ പോട്ട്സ് വരുന്നുണ്ട്. ഫ്ലവർ പോട്ട്സ് നമ്മുടെ മേശപ്പൂ തന്നെയാണ് വരുന്നത്. പിന്നെ ഉള്ളതൊക്കെ ഒരു പീക്കോക്ക് എന്ന് പറയുന്ന പീക്കോക്ക് ഇറ്റാലിയൻ എന്ന് പറയുന്നൊരു സാധനമാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഇതും നമ്മളുടെ മേശപ്പൂവിൻ്റെ തന്നെ വേറൊരു വേർഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഒരു മൊജീറ്റോ. ഈ മൊജീറ്റോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വിഷുവിന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കവറിങ്ങും പാക്കേജൊക്കെ കാണുമ്പോൾ അതൊന്നും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ലോലിപോപ്പ് കാണുന്നുണ്ട്. അതും കുറച്ച് നല്ലൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള മേശപ്പൂവിൻ്റെ വേർഷൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ബിജിലിയാണ് കേട്ടുള്ളത്. നോർമലി നമുക്ക് ചെറിയ രീതിയിൽ പൊട്ടിക്കാനായിട്ടുള്ള കുറച്ച് ക്രാക്കേഴ്സും കൂട്ടി അവർ അതിൽ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ചാച്ചു എല്ലാം കറക്റ്റായിട്ട് അടുക്കി വയ്ക്കുന്ന തിരക്കിലാണ്. പിന്നെ ഈ ലയൺ കളർ ബോക്സസ് ഇതും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു ഇത് കാണുന്നത് കേട്ടോ. ഇതൊക്കെ പുതിയ വെറൈറ്റി സാധനങ്ങളാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ലയൺ കളർ ബോക്സസ്. പിന്നെ ഈ രാവൺ എന്നുള്ളതും ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ പുതിയ ഐറ്റംസ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പോപ്കോൺ പെൻസിൽ, ഇത് നമ്മുടെ കമ്പിത്തിരിയുടെ തന്നെ കുറച്ചുകൂടി നല്ലൊരു വെർഷനാണ് കേട്ടോ. പിന്നെ നമ്മളുടെ വരുന്നത് ട്വിങ്ക്ലിംഗ് സ്റ്റാർ ഡീലക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന്. അതിൻ്റെ 2-3 ബോക്സും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നവരംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതും ഒരു നമ്മളുടെ കമ്പിത്തിരിയുടെ തന്നെ വേർഷനാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ സാധാ കമ്പിത്തിരികളാണ്. റെഡ്, അതേപോലെ തന്നെ ഇലക്ട്രിക് കമ്പിത്തിരികളാണ് ഇതൊക്കെ. ഇതും നമ്മുടെ ക്രാക്ലിംഗ്, ഇതും കമ്പിത്തിരികൾ തന്നെയാണ്, അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട തന്നെയാണ്. കുറച്ച് വലിയ ഇതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ പീക്കോക്ക് നമ്മൾ കഴിഞ്ഞ വിഷുവിന് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പീക്കോക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മയിൽ പോലെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന ടൈപ്പ് ക്രാക്കറാണ്. പിന്നെ കിറ്റ്കാറ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കിറ്റ്കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാച്ചുവിന് സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് അഡീഷണലി അവരിത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കണ്ടേ, ഇതും നമ്മൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ലോട്ടസ് എന്ന് പറഞ്ഞിട്ട്, ലോട്ടസ് വീല്, നമ്മളുടെ ഒരു കാറിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടാണ് അവരത് ഇത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോഴാണ് കറക്റ്റ് അറിയാൻ പറ്റുക കേട്ടോ എന്താണത് സംഭവം എന്നുള്ളത്. പിന്നെ അടുത്ത് നമ്മുടെ വരുന്നത് ഷൂട്ടർ. ഇതും നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതും പുതിയതായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള
കുറച്ച് സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഈ സ്മൈലി ഇതിൻ്റെ ഉള്ളിൽ ബോൾ പോലെയാണ്, ഞാൻ ജസ്റ്റ് കണ്ടോ ബോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. അതൊരു ബോളാണ്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതൊക്കെ പൊട്ടിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പുതിയതായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങളാണ്. അതേപോലെ തന്നെ ഇതേ കമ്പിത്തിരികളുടെ കുറച്ചും ഐറ്റംസും കൂടി അവർ വെച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കിൻ്റെ. പിന്നെ വരുന്നത് നമ്മളുടെ ഫ്ലവർ പോട്ട്സ് തന്നെയാണ്. അതായത് നമ്മളുടെ മേശപ്പൂവിൻ്റെ തന്നെ വേറൊരു, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിന് മുമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും പുതിയൊരു ഐറ്റം ആണ് കേട്ടോ, ടിറ്റു എന്ന് പറഞ്ഞിട്ട്. ഇതും കണ്ടോ ബോൾ പോലെയാണ് വരുന്നത്. ഈ ബോളിൽ എങ്ങനെ നമ്മളത് അതിൻ്റെ കൊളുത്തുക എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. അത് തുറന്ന് നോക്കുമ്പോഴേ നമുക്കതിനെ പറ്റിയൊരു ഇത് കിട്ടുള്ളൂ. കാരണം ഇതൊക്കെ കണ്ടേ, ഇതൊക്കെ ശിവകാശിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും വെറൈറ്റി സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് നമ്മുടെ ചക്രമാണ്, കളർസ് വേൾഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചക്രത്തിൻ്റെ പുതിയൊരു വേർഷനാണ് കേട്ടോ. കാരണം പഴയ ഒരു ചക്രത്തിൻ്റെ ഒരു ഐറ്റം അല്ല അത്. പിന്നെ ഇതും കളർ കോട്ടി തന്നെയാണ്. ഇതിൻ്റെ വേറൊരു പാക്കേജ് ഓൾറെഡി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു അഡീഷണൽ പാക്കേജും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, കോക്ക് ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ കോക്ക് ഫൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ, ഇതും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്രാക്കറാണ് കേട്ടോ. അതും നമുക്ക് പൊട്ടിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫ്ലവർ പോട്ട്സിൻ്റെ വേറൊരു ബോക്സും കൂടി നമുക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയൊക്കെ വരുന്നത് ഈ ഒരു പീകോക്ക് ഫെദർ എന്ന് പറഞ്ഞിട്ട്, ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ തവണ. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ സെൽഫി എന്ന് പറയുന്നൊരു ഐറ്റം, സെൽഫി എന്ന് പറയുന്നത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള. അതുപോലെ സൈറൺ, ഇത് രണ്ടും നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ശരിക്കും പറഞ്ഞാൽ പഴയതിനേക്കാളും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവർ നമുക്ക് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്കിനി പൊട്ടിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്കത് നമ്മളുടെ നൈറ്റ് ടൈമിൽ പൊട്ടിക്കുമ്പോഴാണല്ലോ ഏറ്റവും ഭംഗി അറിയുക. അപ്പോൾ നമുക്കതെന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വെറൈറ്റി സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് മാത്രം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതിന് റിപ്ലൈ ആയിട്ട് കംപ്ലീറ്റ് നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ മെസ്സേജായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക. കാരണം വിഷുവിന് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ അറിയിക്കുന്നതാണ്.